നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമിതമായാൽ അമൃതവും വിഷമാണ് എന്ന് കേട്ടിട്ടില്ലേ? അതാണ് യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെയും ഒരു യാഥാർത്ഥ്യം. സ്നേഹം അമിതമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കും. അത്തരമൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് സ്വന്തം മകളെ ഒരച്ഛൻ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു. കൊലപ്പെടുത്തിയതിന്റെ കാരണമാണ് ഏറ്റവും ദുസ്സഹമാകുന്നത് അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്നത്. അതായത് തൻ്റെ മകൾക്ക് തന്നെക്കാൾ ഇഷ്ടം തൻ്റെ ഭാര്യയാണ്, അതായത് അച്ഛനേക്കാൾ ഇഷ്ടം അമ്മയെയാണ് കുട്ടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മകളെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഒരു അച്ഛൻ. വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. അതായത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സ്നേഹം ആ കുട്ടിയോടുണ്ട്. ആ സ്നേഹം അത് തന്നോടില്ലല്ലോ എന്നുള്ള ഒരു പൊസസീവ്നെസ് കൊണ്ടാണ് ഈ പറയുന്ന പിതാവ് തൻ്റെ മകളെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വാർത്ത കേൾക്കുമ്പോൾ ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും ഉള്ളിൽ തീയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അത്രമാത്രം വൈകാരികമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇത്. മകൾക്ക് തന്നേക്കാൾ സ്നേഹം അമ്മയോടാണെന്ന തിരിച്ചറിവ് അത് അച്ഛൻ്റെ ഉള്ളിൽ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ആക്കി മാറ്റുകയും അതേ തുടർന്ന് വൈരാഗ്യം കനത്തതോടെ 9ഉം 2ഉം വയസ്സുള്ള സ്വന്തം മക്കളെ കനാലിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഒരു പിതാവ്. കർണാടകയിലാണ് ഇത്തരത്തിൽ അതിദാരുണമായിട്ടുള്ളൊരു കൊലപാതകം നടന്നിരിക്കുന്നത്. കർണാടകയിലെ യാദ്ഗിർ എന്ന് പറയുന്ന ജില്ലയിലാണ് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഈ കൊടും ക്രൂരത. കേസിൽ പ്രതിയായ ശാന്തപ്പ എന്ന് പറയുന്ന അച്ഛനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു. ചൊവ്വാഴ്ചയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 ശാന്തപ്പ തൻ്റെ 3 മക്കളെയും ബൈക്കിൽ കയറ്റി പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അച്ഛനോടൊപ്പം അത്രമാത്രം സന്തോഷിച്ചാണ് മക്കൾ പോയത്. പക്ഷേ അവരറിഞ്ഞിരുന്നില്ല അച്ഛനല്ല, അത് തൻ്റെ കാലനാണ് എന്നുള്ള കാര്യം. എന്തായാലും അങ്ങനെ ബൈക്കിൽ കയറ്റി 3 മക്കളെയും കൊണ്ട് യാത്ര തിരിച്ച ശാന്തപ്പ പോയത് ബിഗുഡി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കനാലിന് സമീപത്തേക്കായിരുന്നു. അവിടെ എത്തിയതിനു ശേഷം 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 9-കാരിയെയും 2.5 വയസ്സുള്ള മകനെയും കനാലിലേക്ക് ഇയാൾ തള്ളിയിട്ടെന്നാണ് വിവരം. പക്ഷേ അവിടെ നിന്ന് 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 6 വയസ്സുകാരി മകളെ വധിക്കാതെ ശാന്തപ്പ യാദ്ഗിർ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നഗരത്തിലെത്തിയ ശേഷം ശാന്തപ്പ തന്നെ പോലീസ് അടിയന്തര ഹെൽപ്പ് ലൈനായ 112-ൽ വിളിച്ച് 2 മക്കളെ കനാലിൽ തള്ളിയിട്ട വിവരം നേരിട്ട് അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞയുടൻ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു. കൃഷ്ണ ഭാഗ്യ ജലനിംഗ ലിമിറ്റഡ് ഉദ്യോഗസ്ഥയുമായി ബന്ധപ്പെട്ട് കനാലിലെ വെള്ളത്തിന്റെ ഒഴുക്ക് നിർത്തിവെച്ചാണ് പിന്നീട് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ചോദ്യം ചെയ്യലിലാണ് കൊല്ലപ്പെട്ട കുട്ടികൾക്ക് അമ്മയായ രേണുകയോടായിരുന്നു കൂടുതൽ അടുപ്പമെന്നും തന്നോട് സ്നേഹമില്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് താൻ അവരെ കൊലപ്പെടുത്തിയതെന്നും ശാന്തപ്പ മൊഴി നൽകുന്നത്. തട്ടിക്കൊണ്ടുപോകലിന് കേസെടുത്ത പോലീസ് BNS 103 വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത്തരമൊരു വാർത്ത പുറത്തു വരുമ്പോൾ ആ 3ാമതുള്ള കുഞ്ഞ്, ആ ഒരു 9 വയസ്സുകാരിയുടെ മനസ്സിലെ ഒരു വേദന എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അതായത് തൻ്റെ പിതാവാണ് തന്നെ സ്നേഹിച്ചത് കൊണ്ട് മാത്രം തൻ്റെ ജീവൻ ബാക്കി വെച്ചത്. അതേ പിതാവ് തന്നെയാണ് തൻ്റെ കൂടപ്പിറപ്പുകളെ തൻ്റെ അമ്മയോടാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കൊണ്ട് കൊലപ്പെടുത്തിയത്. അവർ 3 പേരും ഒരുമിച്ചാണ് അച്ഛനൊപ്പം സന്തോഷത്തോടെ ആ വീട്ടിൽ നിന്നിറങ്ങിയത്. പക്ഷേ ആ കുട്ടികളെ കൊലപ്പെടുത്തുന്ന നേരിട്ട് കാണേണ്ടി വന്ന ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാകുന്ന ട്രോമ അത് എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കാണ്. ആ ഒരു ട്രോമയിലൂടെ ആയിരിക്കും ഇനി ആ കുട്ടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എന്തായാലും തൻ്റെ മക്കൾക്ക് തന്നോടുള്ള സ്നേഹം അളന്നുകൊണ്ട് സ്നേഹമില്ലാത്തവരെ കൊലപ്പെടുത്താനും സ്നേഹമുള്ള കുഞ്ഞിനെ സംരക്ഷിക്കാനും തീരുമാനിച്ച ആ പിതാവ് ഒരു കാര്യം മറന്നു. ജീവനോടെ ബാക്കി വെച്ച ആ കുട്ടിയെയും ഇല്ലാതാക്കിയിരിക്കുകയാണ് അയാൾ. അവളുടെ സന്തോഷത്തെയും അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ അവളുടെ മാനസിക നില അത് പലപ്പോഴും പ്രശ്നമാകാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇത്തരമൊരു കൊലപാതകത്തിലൂടെ ആ പിതാവ് അവൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എപ്പോഴും തൻ്റെ സഹോദരങ്ങളുടെ സന്തോഷവും ഒരുപക്ഷെ അയാൾ കൊല ചെയ്യപ്പെടുന്ന സമയത്ത് ജീവന് വേണ്ടി പിടഞ്ഞ ആ കരച്ചിലുമൊക്കെ ആ കുട്ടിയുടെ മനസ്സിൽ ആഴത്തിലുണ്ടാകും. ഒരു വശത്ത് തന്നോട് അകമഴിഞ്ഞുള്ള അച്ഛൻ്റെ സ്നേഹം, മറുവശത്ത് തൻ്റെ സഹോദരങ്ങൾ ജീവന് വേണ്ടി പിടയുന്ന ആ ഒരു സാഹചര്യം, ഇത് രണ്ടും ആ കുഞ്ഞിനെ എപ്പോഴും വേദനപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ജീവിതകാലം മുഴുവൻ അവൾക്ക് അതൊരു ട്രോമ തന്നെയായി മാറും എന്നുള്ളതാണ്. എന്തായാലും അമിതമായി കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ സ്നേഹവും വിഷം തന്നെയാണ് എന്നുള്ള ഒരു ഏറ്റവും വലിയ ഉദാഹരണത്തിൻ്റെ വാർത്തയാണ് ഇത്തരമൊന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.